കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ ബാക്കി നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള സർവകലാശാലയിലെ പ്രതിസന്ധി ഒരു പരിഹാരത്തിലേക്ക് പോകുന്നു എന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് പ്രതിസന്ധികൾ പരിഹാരത്തിലേക്ക് പോകുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഉടൻ തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തീരുമാനമുണ്ട്. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ VC സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തീരുമാനം അല്ലെങ്കിൽ അതിന് സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യത്തിൽ തത്വത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി മന്ത്രി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടട്ടെ. ഒപ്പം തന്നെ ഈ സംഘപരിവാർ അജണ്ട നടപ്പാക്കാനാവില്ല എന്ന വളരെ കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാരും കേരളത്തിലെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവും ചാൻസലറെ, വൈസ് ചാൻസലറെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, എങ്ങനെയാണ് സർവകലാശാലയിലെ പ്രശ്നങ്ങൾ ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതിലേക്ക് പോയതെന്ന് നമുക്ക് നോക്കാം. കമലേഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്ന ഇടപെടലുകളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്? ഒരു ആശ്വാസത്തിലേക്ക് സർവകലാശാലയിലെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ ഇത് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ പറ്റിയ ഇടമല്ല എന്ന്? വെരി ഗുഡ് മോർണിംഗ് മനു. ഏതാണ്ട് ആ നിലയിൽ തന്നെ വേണം കരുതാൻ. ഏതായാലും സർക്കാർ വളരെ ഉറച്ച ഒരു നിലപാട് ഇതുമായി ബന്ധപ്പെട്ടെടുത്തു. സർക്കാർ വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരള സർവകലാശാലയിൽ ഒരു പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം VC മോഹനൻ കുന്നുമ്മലുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടണം, അല്ലെങ്കിൽ മന്ത്രി തലത്തിലുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണ് എന്ന ഒരു നിലയിലേക്കുള്ള അഭിപ്രായ പ്രകടനം തന്നെയാണ് VC മോഹനൻ കുന്നുമ്മൽ നടത്തിയിരിക്കുന്നത്. തൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല എന്ന തോന്നലായിരിക്കണം ഒരു പക്ഷേ VC മോഹനൻ കുന്നുമ്മലിനെ അത്തരമൊരു നിലപാടിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ VCയുമായി കഴിഞ്ഞ ദിവസം മന്ത്രി ചർച്ച നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായും മന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കാം എന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മന്ത്രിയുടെ നിർദ്ദേശവും ആ നിലയിൽ തന്നെയായിരുന്നു. അതോടൊപ്പം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറയുന്നത് നിലവിലെ രജിസ്ട്രാർ KS അനിൽകുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ മാറ്റുന്നത് ഒരു ശരിയായ നിലപാടായിരിക്കില്ല എന്ന അഭിപ്രായവും നിർദ്ദേശവും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മന്ത്രിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അത്തരമൊരു നിർദ്ദേശം VCക്ക് നൽകിയിട്ടുണ്ട്. തത്വത്തിൽ ആ നിർദ്ദേശം VC അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതായിരിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഇപ്പോൾ കഴിയുന്നത്. കഴിഞ്ഞ 2 മാസക്കാലയളവിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് നാളത്തോടു കൂടി 2 മാസം പൂർത്തിയാവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 മാസത്തിൽ ഒരിക്കലെങ്കിലും സിൻഡിക്കേറ്റ് യോഗം ചേരണം, അതായത് 60 ദിവസത്തിൽ ഒരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ VCക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ടായിരിക്കും തുടർന്നുള്ള നടപടികളും തീരുമാനങ്ങളും ഒക്കെ വരിക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ നിലയിലേക്കൊരു പ്രശ്നപരിഹാരം കേരള സർവകലാശാലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യം. മനു, ഒപ്പം തന്നെ ഈ വാർത്തയുടെ കൂടെ എന്താണ് ശക്തമായ കാറ്റ് വീശുന്നുണ്ടോ? എന്താണ് കൊടയൊക്കെ പറന്നു പോകുന്നത് കമലേഷ്? മനു, തീർച്ചയായും വളരെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ആ നിലയിലുള്ള നിർദ്ദേശങ്ങളും ഇന്നുണ്ട്. മഴയും കനത്ത് തന്നെ തുടരുകയാണ്. സംസ്ഥാനത്താകെ 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ഉണ്ട്. തിരുവനന്തപുരത്ത് റെഡ് അലർട്ട് ഇല്ല എങ്കിൽ പോലും രാവിലെ തൊട്ട് ഇടതടവില്ലാത്ത മഴയുണ്ട്. ഇപ്പോൾ അതിശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. മനു, ഞാൻ മഴയിലേക്ക് കമലേഷുമായിട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ മഴയുടെ വിവരങ്ങൾ നമുക്ക് എടുക്കണം. അതിനു മുൻപ് ഈ വാർത്തകളൊന്നും എടുത്തു പോകാമെന്ന് കരുതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കമലേഷ്, ഈ VC നമ്മളോട് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഞാൻ സർവകലാശാലയിൽ വരുന്നില്ല എങ്കിലും കൃത്യമായി സർവകലാശാലയിലെ ജോലികൾ ഓൺലൈനായി ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റുകളൊക്കെ നോക്കുന്നുണ്ട് എന്നായിരുന്നല്ലോ. എന്നാൽ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ VC പറഞ്ഞത് എന്താണ്? ഞാൻ ഇന്ന് 1830 സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടു എന്നാണ്. അപ്പോൾ നേരത്തെ നമ്മളോട് പറഞ്ഞത് കള്ളമായിരുന്നില്ലേ? സർവകലാശാലയിലെ ജോലികൾ കൃത്യമായി, ഫയലുകൾ കൃത്യമായി നോക്കുന്നുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ നോക്കിയിരുന്നുവെങ്കിൽ ഈ 1830 സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ച് ഒപ്പിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. മനഃപൂർവ്വം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമമായിരുന്നില്ലേ ഇത്രയും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്?
മനു, തീർച്ചയായും കുട്ടികളുടെ ഭാവി വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് VC നടത്തുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 1830 സർട്ടിഫിക്കറ്റുകളിൽ ഇന്നലെ ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ പോലും ആ കൂട്ടത്തിൽ VC ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് രജിസ്ട്രാർ ഒപ്പുവെച്ച ഫയലുകൾ താൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും അത്തരത്തിലുള്ള ഫയലുകൾ ഇനിയും അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങളും ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അതായത് നേരത്തെ രജിസ്ട്രാർ നോക്കി മുകളിലേക്ക് അയച്ചിട്ടുള്ള ഫയലുകൾ തീർപ്പാക്കാതെ വെച്ചിട്ടുണ്ടോ എന്ന സംശയം കൂടി ഇതിനകത്തുണ്ട്. അക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ഒരു 20 ദിവസത്തോളമായി സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകളൊക്കെ തമാശക്കെങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആരോഗ്യ സർവകലാശാലയാണ് പുള്ളിക്ക് ചുമതലയുള്ള സർവകലാശാല, ഇത് പുള്ളിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സർവകലാശാലയായി മാത്രമാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. തൻ്റെ രാഷ്ട്രീയ ഇടപെടൽ നടത്താനുള്ള ഒരു സർവകലാശാലയായി മാത്രം കേരള സർവകലാശാലയെ കാണുന്നു എന്നൊരു ആക്ഷേപം പൊതുവെ VC മോഹൻ കുന്നുമ്മലിനെ സംബന്ധിച്ച് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടി വേണം ഇതിനെ പരിഗണിക്കാൻ. കുട്ടികളുടെ ഭാവി വെച്ചുകൊണ്ടുള്ള ഒരു കളി തന്നെയാണ് VC നടത്തിയിരുന്നത് ഇത്രയും കാലം. ഏതായാലും നിലവിലിപ്പോൾ ഈ 1830 സർട്ടിഫിക്കറ്റുകളിൽ ഇന്നലെ അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട്. 20 ദിവസത്തോളമായി അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം. ഏതായാലും ആ നിലയിലുള്ള ഇടപെടലുകൾ ഇനി നടക്കില്ല എന്ന ഒരു തോന്നൽ VCക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ ഉൾപ്പെടെ നിങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങുന്നു, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ചില ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ VCയുടെ വാർത്താ സമ്മേളനം ആരംഭിച്ചപ്പോൾ തൊട്ട് അത് കണ്ടവർക്ക് മനസ്സിലാകും, വളരെ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് VC പറഞ്ഞത്. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ സംസാരിക്കുന്ന രീതിയിലായിരുന്നില്ല മോഹൻ കുന്നുമ്മൽ ഇന്നലെ സംസാരിച്ചു തുടങ്ങിയത്. ചില ആളുകളെ, വിദ്യാർത്ഥി നേതാക്കളെ ഉൾപ്പെടെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതിന് വേണ്ടി ചില സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമോഹികളായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു ഇടപെടലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു. അതായത് പലർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, പലർക്കും മത്സരിക്കാൻ താല്പര്യമുണ്ടാവും, അതിൽ നേതാവാകാൻ വേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ, അത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളല്ല, അവയൊക്കെ വളരെ കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങളാണ്, രാഷ്ട്രീയമായ പരാമർശങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിൽ തന്നെയാണ് വളരെ കൃത്യമായി രാഷ്ട്രീയ ഇടപെടൽ സർവകലാശാലയ്ക്കകത്ത് VC മോഹനൻ കുന്നുമ്മൽ നടത്തിയിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് അത് നടക്കില്ല എന്ന് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി, അല്ലെങ്കിൽ ഇന്നലത്തെ ചില കാര്യങ്ങളോടുകൂടി VCക്ക് മനസ്സിലായിട്ടുണ്ടാകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചില സർട്ടിഫിക്കറ്റുകളിൽ പെൻഡിംഗ് ആയി കിടന്നിരുന്ന 1830ഓളം സർട്ടിഫിക്കറ്റുകളിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. മനു, ശരി, ഏതായാലും നമുക്ക് കാത്തിരിക്കാം സർവകലാശാലയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്. ഇനിയും കളത്തിനപ്പുറത്തേക്ക് VC ചാടിയാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.